വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് കോൺഫ്ലിക്റ്റ് ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് ഇംഗ്ലണ്ട്, സിറ്റിസ്കേപ്സ്, കൺട്രി സൈഡ് ആൻഡ് റൂറലിസം. ഈ ഒരു ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. വിക്ടോറിയൻ ഇറ എന്നുള്ളത് ഇംഗ്ലണ്ടിലെ വിക്ടോറിയൻ ഇറ എന്നുള്ളത് വാസ് മാർക്ക്ഡ് ബൈ ബോത്ത് സിഗ്നിഫിക്കൻറ്റ് സൊസൈറ്റൽ പ്രോഗ്രസ് ആൻഡ് ഇൻറ്റൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്. ഈ ഒരു ഇറ എന്നുള്ളത് ദ റൈസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ആൻഡ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ബട്ട് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ഡിസ്പാരിറ്റീസ് ഇൻ വെൽത്ത്, ക്ലാസ് ടെൻഷൻസ് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചറിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുപോലെ തന്നെ പൊളിറ്റിക്സിലും സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിലൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി കീ കോൺഫ്ലിക്ട്സും കണ്ടീഷൻസും എടുത്തു നോക്കുകയാണെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റീസ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റഡ് എ വാസ്റ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെൽത്തി ആൻഡ് ദ വർക്കിംഗ് ക്ലാസ്, with many living in poverty and facing harsh class conditions. Rise of the middle class and the growing demands for political representation എന്നുള്ളത് ലീഡ് ചെയ്യുന്നുള്ളത് ടു കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ അരിസ്റ്റോക്രസി ആൻഡ് ദ എമേർജിങ് ഡെമോക്രാറ്റിക് ഫോഴ്സസ്. പൊളിറ്റിക്കൽ റിഫോം എന്നുള്ളത് റിഫോം ആക്ട് 1867 1884 റിഫോം ആക്ട് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത് ദ ഫ്രാഞ്ചൈസ്. പക്ഷേ വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, റിമൈൻഡ് എക്സ്ക്ലൂഡഡ് ഫ്രം വോട്ടിങ്ങിൽ നിന്നും വുമൺ എപ്പോഴും എന്തായിട്ടുണ്ട്, ഈ ഒരു റിഫോം ആക്ട് വന്നതിന് ശേഷം പോലും എക്സ്ക്ലൂഡഡ് ആയിട്ടാണുള്ളത്. ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയൽ കോൺഫ്ലിക്റ്റ്. എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ലീഡ് ചെയ്യുന്നുള്ളത് ടു കോൺഫ്ലിക്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് in colonized territories such as the Indian Mutiny and the Opium Wars. Religious and scientific debates. Rise of scientific theories like Darwin's theory of evolution എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ്സിനെ ചലഞ്ച് ചെയ്യുന്നത് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു എ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. മോറൽ ആൻഡ് സോഷ്യൽ ഹൈപ്പോക്രസി. വിക്ടോറിയൻ സൊസൈറ്റി എംബസൈസ് ചെയ്യുന്നുള്ളത് മൊറാലിറ്റി ആൻഡ് റെസ്പെക്റ്റബിലിറ്റി ആൻഡ് ഇറ്റ് ഓൾസോ ഫേസ്ഡ് ഹൈപ്പോക്രസി ഇൻ ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചൈൽഡ് ലേബർ. ഇനി ഇംഗ്ലണ്ടിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ലിറ്റററി ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ ദ പ്ലേറ്റ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ആൻഡ് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ദ ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ. അതുപോലെ തന്നെ സ്പാർക്കിംഗ് കോൾസ് ഫോർ റിഫോം. വിക്ടോറിയൻ ഇറ സിറ്റിസ്കേപ്പ് എന്നുള്ളത് ക്യാരക്ടറൈസ്ഡ് ബൈ എ ബ്ലെൻഡ് ഓഫ് ഗ്രാൻഡർ മീൻസ് മഹത്വം ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഷോക്കേസ് ചെയ്യുന്നുണ്ട് ബോത്ത് ദ സമൃദ്ധി ഒപ്പുലൻസ് ഓഫ് ദ അപ്പർ ക്ലാസ്സസ് ആൻഡ് ദ സ്റ്റാർക്ക് റിയാലിറ്റീസ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എന്നുള്ളത് റേഞ്ചഡ് ഫ്രം എലാബറേറ്റ് ക്ലാസിക്കൽ ഡിസൈൻസ് ടു മോർ ഫങ്ഷണൽ സ്ട്രക്ചേഴ്സ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ദ ഇറാസ് ഡിവേഴ്സ് സോഷ്യൽ ഫാബ്രിക്. ആർക്കിടെക്ചറൽ ഫ്യൂച്ചേഴ്സ് ഗ്രാൻഡർ ആൻഡ് ഒപ്പുലൻസ് മഹത്വം അതുപോലെ തന്നെ സമൃദ്ധിയുള്ളതാണ്. വിക്ടോറിയൻ സിറ്റിസ്കേപ്സ് എന്നുള്ളത് പലപ്പോഴും ഫ്യൂച്ചേർഡ് ഗ്രാൻഡ് ബിൽഡിങ്സ് വിത്ത് ഓർണേറ്റ് ഫാക്കേഡ്സ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എ സെൻസ് ഓഫ് പവർ ആൻഡ് സ്റ്റാറ്റസ്. ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ളത് ലെഫ്റ്റ് ഇറ്റ്സ് മാർക്ക് ഓൺ സിറ്റിസ്കേപ്സ് വിത്ത് ദ റൈസ് ഓഫ് ഫാക്ടറീസ്, റെയിൽ റോഡ്സ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ. വിക്ടോറിയൻ ആർക്കിടെക്ചർ എന്നുള്ളത് എംബ്രേസ്ഡ് എ മിക്സ് ഓഫ് സ്റ്റൈൽസ് ഇൻക്ലൂഡിങ് ഗോത്തിക് റിവൈവൽ, ഇറ്റാലിയനേറ്റ് ആൻഡ് ക്യൂൺ അന്ന സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എ ഡിവേഴ്സ് ആൻഡ് വിഷ്വലി റിച്ച് അർബൻ ലാൻഡ്സ്കേപ്പ്. ഗ്രാൻഡ് ബിൽഡിങ്സ് എന്നുള്ളത് ലൈൻഡ് ദ സ്ട്രീറ്റ്സ്. ദ സിറ്റിസ്കേപ്സ് എന്നുള്ളത് ഓൾസോ റിവീൽഡ് ദ സ്റ്റാർക്ക് റിയാലിറ്റി ഓഫ് പോവർട്ടി. തീർത്തും ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയിട്ട് സിറ്റിസ്കേപ്സ് റിവീൽ ചെയ്യുന്നുണ്ട്. വിത്ത് ക്രാംഡ് ഹൗസിംഗ് ആൻഡ് പുവർ സാനിറ്റേഷൻ ഇൻ വർക്കിംഗ് ക്ലാസ് നെയ്ബർഹുഡ്സ്. കീ ഫീച്ചേഴ്സ് ഓഫ് സിറ്റി ലൈഫ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എടുത്തൊക്കെയാണെങ്കിൽ സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റീസ് ഫോർ സെൻറ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ നിന്നുള്ള വർക്കിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നുള്ള ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്നുള്ളത്. പോപ്പുലേഷൻ ഗ്രോത്ത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമായിട്ട് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. സ്ട്രെയിനിങ് അർബൺ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഹൈറാർക്കി എന്നുള്ളത് സിറ്റിസ്കേപ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ദ റിജിഡ് സോഷ്യൽ ഹൈറാർക്കി ഓഫ് ദ വിക്ടോറിയൻ ഇറ വിത്ത് സെപ്പറേറ്റ് നെയ്ബർഹുഡ്സ് ഫോർ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽ റോഡ്സും അതുപോലെ തന്നെ അതർ ഫോംസ് ഓഫ്
ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളത് സിറ്റി ലൈഫ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു ട്രാവൽ ആൻഡ് കണക്ട്. ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും കാരണമായിട്ട് ജനങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. leisure and culture. Cityscapes എന്നുള്ളത് ഓൾസോ ഹൗസ്ഡ് തിയേറ്റേഴ്സ്, കൺസേർട്ട് ഹാൾസ് ആൻഡ് അതർ എൻ്റർടൈൻമെൻറ്റ് വെന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ സ്പേസ് ഫോർ ദ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സസ് ടു എൻഗേജ് ഇൻ leisure ആക്ടിവിറ്റീസ്. Victorian era എന്നുള്ളത് a significant transformation of Britain from a predominantly rural agricultural society to an urban industrial one. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റീസിലേക്ക് ഫാക്ടറി ജോബ്സ് അന്വേഷിച്ചുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. റൂറൽ ലൈഫ് പെർസിസ്റ്റഡ് വിത്ത് ഇറ്റ്സ് ഓൺ യുണീക്ക് ചലഞ്ചസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. വിക്ടോറിയൻ റൂറലിസം എന്നുള്ളത് വാസ് എ കോംപ്ലക്സ് മിക്സ് ഓഫ് ട്രഡീഷണൽ ഫാമിംഗ് പ്രാക്ടീസസ് ഇവോൾവ് ചെയ്യുന്നുള്ളത് ടെക്നോളജീസ് ആൻഡ് എ ചേഞ്ചിങ് സോഷ്യൽ ലാൻഡ്സ്കേപ്പ്. ഇനി വിക്ടോറിയൻ റൂറൽ ലൈഫിൻ്റെ കീ ആസ്പെക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ പെർസിസ്റ്റൻസ് ഓഫ് ഫാമിംഗ് ഡിസ്പൈറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഫാമിംഗ് എന്നുള്ളത് റിമൈൻഡ് സെൻട്രൽ പാർട്ട് ഓഫ് റൂറൽ ലൈഫ്. റൂറൽ ലൈഫിൻ്റെ സെൻട്രൽ പാർട്ടാണ് ഫാമിംഗ് എന്നുള്ളത്. വിത്ത് ഫാമിലീസ് റിലേ ചെയ്യുന്നുള്ളത് ഓൺ ഇറ്റ് ഫോർ സസ്റ്റനൻസ്. റൂറൽ ഇൻഡസ്ട്രീസ് ബിയോണ്ട് അഗ്രികൾച്ചർ വില്ലേജസ് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും സ്പെഷ്യലൈസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് ലേസ് മേക്കിംഗ് ഓർ ക്രാഫ്റ്റ്സ് ലൈക്ക് ബ്ലാക്ക് സ്മിത്തിങ്. ഇനി കൺട്രി സൈഡിലുള്ള വർക്കിംഗ് ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാം ലേബറേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ഹവേഴ്സ് ആണ് ഫേസ് ചെയ്യുന്നുള്ളത്, ലോ പേ ആണ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് ആണ് ഫേസ് ചെയ്യുന്നുള്ളത്. റൂറൽ പോവർട്ടി ആൻഡ് ഹൗസിങ്. റൂറൽ പോവർട്ടി എന്നുള്ളത് വാസ് എ റിയാലിറ്റി വിത്ത് ഫാം വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ലിവിങ് ഇൻ ക്രാംബ്ഡ് പുവർലി മൈൻറ്റൈൻഡ് കോട്ടേജസ്. ക്രാമ്പായിട്ടുള്ള അതുപോലെ തന്നെ പുവർലി മൈൻറ്റൈൻഡ് ആയിട്ടുള്ള കോട്ടേജസിലാണ് ഫാം വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുള്ളത്, ജീവിക്കുന്നുള്ളത്. അവർക്ക് ദാരിദ്ര്യവും അതുപോലെ തന്നെ എന്താണ് ലോ പേയും അതുപോലെ തന്നെ ലോങ് ഹവേഴ്സ് വർക്കിംഗ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. റോൾ ഓഫ് ലാൻഡ് ലോഡ്സ്. ലാൻഡ് ലോഡ്സ് ഓർ ലോഡ്സ് ഓഫ് ദ മാനർ ഹെൽഡ് സിഗ്നിഫിക്കൻറ്റ് പവർ. അതുപോലെ തന്നെ ആ ഒരു ലാൻഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് റെൻസ് ഫോർ ടെനൻസ്. സോഷ്യൽ സ്ട്രക്ചേഴ്സ്. റൂറൽ കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് ഓർ ഓഫ്റ്റൺ ഓർഗനൈസ്ഡ് അറൗണ്ട് ദ ലാൻഡ് ലോഡ് ഓർ ദ ലോക്കൽ പേഴ്സൺ വിത്ത് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അപ്വേർഡ് മൊബിലിറ്റി. അതുപോലെ തന്നെ സിറ്റീസിലേക്കുള്ള ആ ഒരു മൈഗ്രേഷൻ. The promise of industrial jobs in cities draw many from the countryside, leading to population shift. Emergence of the country house. Country houses പലപ്പോഴും associated with the wealthy become hubs of employment in rural Britain, particularly during the harvest season. Middle class എന്നുള്ളത് leisure activities like domestic holidays to rural locations and the emergence of resorts like Blackpool become increasingly popular. Changing technologies. ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റീം പവേർഡ് മെഷീനറി അതുപോലെ തന്നെ റെയിൽ റോഡൊക്കെ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ ലൈഫിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയിലും ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഫെസിലിറ്റീസ് വരുന്നുണ്ട് ടെക്നോളജീസ് കാരണമായിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വിക്ടോറിയൻ പീരീഡിലെ മറ്റ് വീഡിയോസിന് വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക.